ഗൈസ്, ഇന്നത്തെ നമ്മളെ കഥ നമ്മൾ ഇന്ന് വെറൈറ്റി ആയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയാലോ എന്ന് തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ ക്യാരറ്റും ബീട്രൂട്ടും മല്ലിയിലയും കൊണ്ട് വെറൈറ്റി കളേഴ്സിൽ അങ്ങനെ ഇഡ്ഡലി കിട്ടാലോ എന്ന് വിചാരിച്ചു. ഈ ഒരു കളറിൽ ബീട്രൂട്ടിൻ്റെ ഒരു വൈൻ ആ ഒരു കളറിലും പിന്നെ ക്യാരറ്റിൻ്റെ ഓറഞ്ച് കളർ മല്ലിയില കൊണ്ട് പച്ച കളറും അങ്ങനെ നമ്മളെ കൂട്ടിൽ ഉപ്പിട്ടു. തണുപ്പായതുകൊണ്ട് അങ്ങനെ പൊങ്ങി വന്നില്ല, പക്ഷെ നല്ല കൂട്ടായിരുന്നു കേട്ടോ. അത് നല്ലപോലെ മിക്സ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ഇഡ്ഡലി ചെമ്പ് ചൂടാക്കാൻ വെക്കണം. ഇത് പുതിയ ഇഡ്ഡലി ചെമ്പാണ് കേട്ടോ, അന്ന അലുമിനിയത്തിൻ്റെ. പിന്നെ പുതിയതായാലും കുറച്ച് പണി ഉണ്ടാവാറുണ്ട് ഇങ്ങനെ കിട്ടാനൊക്കെ. ഇത് തലേന്നാൾ നല്ലപോലെ കഴുകിയിട്ട് എണ്ണ തേച്ച് വെക്കണം, അതിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് രാവിലെ ആകുമ്പോൾ എണ്ണയൊക്കെ നല്ല കട്ടിയായിട്ട് നെയ്യൊക്കെ പോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വീണ്ടും കഴുകി വീണ്ടും കുറേ എണ്ണ തേച്ചിട്ട് ഞങ്ങളങ്ങനെ കൂട്ടൊഴിച്ചു. ബീട്രൂട്ടും ക്യാരറ്റും പിന്നെ നമ്മുടെ മല്ലിയില കൊണ്ടും പിന്നെ ഞാൻ മഞ്ഞളിനെ കൊണ്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ തോന്നി ഇനി നമുക്കൊന്ന് ദോശയും കൂടി ചുട്ട് നോക്കിയാലോ. ദോശയാണെങ്കിൽ കൂട്ട് ലൂസായാലും പ്രശ്നമില്ലല്ലോ. പക്ഷെ ദോശ ചൂടാൻ തന്നെ നല്ല മടിയായിരുന്നു, കാരണം ഇതിനൊക്കെ കുറേ സമയം എടുത്തു. ഓൾറെഡി ഞായറാഴ്ചയല്ലേ, നമ്മൾ എണീക്കാനും വൈകിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ദോശ ഒന്നും മാത്രമേ ചുട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ക്യാരറ്റിൻ്റെ വെച്ചിട്ടുള്ളത്. അത് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ പ്ലൂട്ടോക്ക് കൊടുക്കുകയായിരുന്നു. പിന്നെ കാരണം നമുക്ക് ഇഡ്ഡലി നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ഈ അന്ന അലുമിനിയം ഇതിൽ പുതിയതായിട്ടാണെങ്കിലും നല്ല പോലെ പൂ പോലത്തെ ഇഡ്ഡലി ആയിരുന്നു, നല്ല പോലെ കിട്ടുന്നുണ്ടായിരുന്നു, ഒഴിക്കാനും നല്ലതായിരുന്നു. വലിയ ഇഡ്ഡലി ഒറ്റ തവണ തന്നെ നമുക്ക് 20ഓളം ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഇഡ്ഡലിയും പിന്നെ നമ്മൾ ഇഡ്ഡലിക്ക് സാമ്പാറാണ് ഉണ്ടാക്കിയത്. ഇഡ്ഡലിയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. അർജുട്ടന് ഇഡ്ഡലിയോട് വലിയ താല്പര്യമില്ല, പക്ഷേ ഇഡ്ഡലി മൂപ്പർക്ക് നല്ല ഇഷ്ടമായിട്ട് നല്ല പൂ പോലത്തെ ഇഡ്ഡലിയായിരുന്നു. ഇത് കളേഴ്സൊക്കെ അവസാനം എല്ലാം ഒരുപോലെ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഏതായാലും സംഭവം വലിയ ഇതായിരുന്നില്ല, ഫ്ലോപ്പായി തന്നെ പറയാം. നമ്മൾ വിചാരിച്ച കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഇഡ്ഡലി ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞങ്ങൾ സാമ്പാറാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. സാമ്പാറും ഇഡ്ഡലിയും കൂട്ടി അങ്ങനെ നല്ലൊരു പിടി പിടിച്ചു. ഏതായാലും സംഗതി സൂപ്പറായി.